EMS അനുസ്മരണ ദിനാചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റ് പരിപാടികൾ എന്തൊക്കെയാണ് ഇതോടനുബന്ധിച്ച് നടക്കുന്നത്? ഇന്ന് EMS ദിനമാണ്. ഇതോടനുബന്ധിച്ചുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ EMS പാർക്കിൽ പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കമുള്ള നേതാക്കൾ EMS പ്രതിമയിൽ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തിക്കഴിഞ്ഞു. അനുസ്മരണ പ്രഭാഷണം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് നിർവഹിക്കുന്നത്. അതിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഇതിന് ശേഷം സംസാരിക്കും. നേരത്തെ രാവിലെ തന്നെ ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രി EMS ദിനത്തിൽ അത് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. സ്വന്തം കൊടിക്കൂറ പാറിക്കാൻ വർഗീയ രാഷ്ട്രീയം കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മാതൃകാസ്ഥാനീയനായി നിൽക്കാൻ കേരളത്തിന് സാധിക്കുന്നതിൽ EMSന് അതുല്യമായ പങ്കുണ്ട് എന്ന് അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭൂവുടമ വ്യവസ്ഥയും ഭൂപരിഷ്കരണത്തിലൂടെ തകർത്തതും ആധുനിക വിദ്യാഭ്യാസത്തിനും ജനക്ഷേമത്തിനും അടിത്തറ പാകിയതും ഇന്ന് നാം കാണുന്നു. കേരളത്തെ വാർത്തെടുക്കുന്നവരുടെ നേതൃനിരയിലാണ് EMSന്റെ സ്ഥാനം എന്നുകൂടി അത് അനുസ്മരിക്കുന്നുണ്ട്. അതിൽ ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന ഇന്ത്യക്കായുള്ള പോരാട്ടത്തിലാണ് രാജ്യമെമ്പാടുമുള്ള ജനാധിപത്യവാദികൾ സംഘപരിവാറിന്റെ അധികാരമെങ്കിലും പണക്കൊഴുപ്പിനും മുമ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വലതുപക്ഷം അടിയറവ് പറഞ്ഞതോടെ ഈ സമരം കൂടുതൽ നിശ്ചയദാർഢ്യത്തോടെയും പ്രത്യയശാസ്ത്ര ബോധത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുന്നു. അതിന് EMS പകർന്നു നൽകിയ രാഷ്ട്രീയ പാഠങ്ങൾ വഴികാട്ടിയാകും എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ അനുസ്മരിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇതിന് MV ഗോവിന്ദന്റെ അനുസ്മരണ പ്രഭാഷണത്തിന് ശേഷം ഇവിടെ എത്തിയവരെ അഭിസംബോധന ചെയ്യും. ശരി, EMS അനുസ്മരണ ദിനാചരണമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം CPMന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. KR സാജു ആണ് വിവരങ്ങൾ നൽകിയത്.